ഈ പ്രഭാതത്തിലും ദൈവസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വചനം 48-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരുന്ന ഒരു സങ്കീർത്തനമാണ്. നമുക്ക് മാത്രമല്ല, ഭക്തന്മാരുടെയൊക്കെയും ജീവിതത്തിൽ വലിയ ആനന്ദവും പ്രാർത്ഥനയുടെ ഫലം അവരുടെ ജീവിതത്തിൽ നേരിൽ കാണുന്നതായ ചില അനുഭവങ്ങളെ അവർ കുറിക്കുന്നതുമാണ്. ദൈവത്തിന് സ്തോത്രം. 48-ാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. അത് എഴുതി തുടങ്ങുമ്പോൾ അവരിങ്ങനെ എഴുതുന്നു: നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അങ്ങനെ അവർ പറയുന്നതിനൊരു കാരണമുണ്ട്. അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ കുറിക്കുകയാണ്: നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ നാം കേട്ടതുപോലെ തന്നെ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കും. ദൈവത്തിന് സ്തോത്രം. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പട്ടണത്തിലൊക്കെയും ഞങ്ങൾ കണ്ടു. അതിൻ്റെ അർത്ഥം, ഈ കോരഹപുത്രന്മാർ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെക്കുറിച്ച്, ദൈവം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ കേട്ട് വിശ്വസിച്ച് അവർ പാട്ടുപാടുന്നവരാണ്. അതങ്ങനെ തന്നെയാണോ എന്ന് അവർ ചുറ്റി നടന്ന് പട്ടണത്തെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അവർ ദൈവം ചെയ്തതായി അവരുടെ ജീവിതത്തിൽ കേട്ടതുപോലെ തന്നെ, ഭക്തന്മാരുടെ അനുഭവത്തിൽ നിന്ന് കേട്ടതുപോലെ തന്നെ അവർ കണ്ടു. അതിനുശേഷം അവർ പാടുകയാണ്: നാം കേട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ നഗരത്തിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവൻ സദാകാലത്തേക്കും അതിനെ ഉറപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മോട് അരുളി ചെയ്യുന്നതായ വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ നാം ദൈവത്തോട് ചോദിക്കുന്നതായ കാര്യങ്ങൾ, ആവശ്യങ്ങൾ, കണ്ണുനീരൊക്കെ ഒരു താൽക്കാലികമായ ഒരു ചടങ്ങല്ല, അല്ലെങ്കിൽ ഏതോ ഒരു ധാരണയിലും മിഥ്യാബോധത്തിലും ഒരു സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഒരു മിഥ്യാപൂജയല്ല. നാം ചെയ്യുന്നത്, നാം കേൾക്കുന്നത് യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ ദൈവം നമ്മെ നടത്തിയത് എന്ന് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയോട് പറയുന്നത് അങ്ങനെയാണ്. ഇത്ര വലിയൊരു ഒരു സാക്ഷ്യത്തിൻ്റെ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട്, നമ്മുടെ സകല പ്രത്യാശയും അവൻ്റെ മേൽ വെച്ചുകൊണ്ട്, നമ്മുടെ ആശയൊക്കെയും അവൻ്റെ മേൽ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ദൈവത്തെ വിശ്വസിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഉത്തേജനം പകരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കേട്ടത് കണ്ടില്ലെങ്കിലോ, ഒരു പട്ടണത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ഇന്ന സംഭവം നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കണ്ടിരിക്കുന്നു എന്നൊരു കിംവദന്തി നമ്മുടെ നാട്ടിലെല്ലാം പടരുന്നു എന്ന് വയ്ക്കൂ. നമ്മൾ ആ സ്ഥലത്തേക്ക്, ആ സംഭവത്തെ കാണാൻ ഓടിച്ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? ഓ, ഇതെല്ലാം വെറുതെ ഹോഷ്ക്ക് പറഞ്ഞതാണ്, മനുഷ്യൻ കള്ളം പറഞ്ഞ് ഇതെല്ലാം സൃഷ്ടിക്കുകയാണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് വിവരിക്കും. എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടുവന്ന പാതകൾ വളരെ വിപുലമാണ്. നമ്മെ സ്നേഹിച്ചതായ വിധങ്ങൾ, നമ്മെ വീണ്ടെടുത്ത വിധങ്ങൾ, നമ്മെ സൗഖ്യമാക്കിയ വിധങ്ങൾ, നമ്മെ വിടുവിച്ചതായ വിധങ്ങൾ, മരണത്തിൽ നിന്നും മരണക്കുഴികളിൽ നിന്നും നമ്മെ തീയിൽ നിന്നും വലിച്ചെടുക്കുവാൻ സർവശക്തനുണ്ടായ ദയാ, കരുണ, അത് വലിയ ഒരു കരുണയാണ്. പലപ്പോഴും ദൈവം നമ്മോട് ചെയ്യുമെന്ന് നമുക്ക് തന്നിട്ടുള്ളതായ വാഗ്ദത്തങ്ങൾ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത ആ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സർവശക്തൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്നുള്ളതായ ഒരു അതിര് കടന്ന വിശ്വാസത്തിലേക്ക് നമ്മെ തള്ളിവിടുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പ്രാവശ്യം ആരിലും ആശ്രയമില്ലാതെ കർത്താവിൽ നമ്മൾ ആശ്രയിച്ചു. മനുഷ്യരെല്ലാം നമ്മെ കൈവിട്ടപ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചു. നമ്മുടെ ആശ്രയം വൃഥാവായി പോയില്ല, നമ്മുടെ അപേക്ഷ വൃഥാവായി പോയില്ല, നമ്മുടെ കണ്ണുനീർ വൃഥാവായി പോയില്ല. അതിനൊക്കെയും പലപ്പോഴും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം മാറി മാറി ദൈവം തൻ്റെ
പ്രതിഫലങ്ങളെയും തൻ്റെ ഉത്തരങ്ങളെയും നമുക്ക് തന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കർത്താവ് നമുക്ക് ഉത്തരം തരേണ്ടതായിട്ടുണ്ട്. നാം ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില അങ്കലാപ്പുകൾ കൊണ്ടുവരും. അത് ദൈവം നമുക്ക് ചെയ്യുമോ? ഇത്ര വലിയൊരു കഠിനമായ ഒരു ആവശ്യം, അല്ലെങ്കിൽ വലിയൊരാവശ്യം, അല്ലെങ്കിൽ ചെറിയൊരാവശ്യം, ദൈവം ഇതിന്മേൽ കരുണ കാണിക്കുമോ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങൾ ദൈവത്തിന് വിരോധമോ അല്ലെങ്കിൽ ദൈവത്തെ നാം കൈവിടുന്നതിന് വേണ്ടി, ദൈവത്തിൽ സംശയം വയ്ക്കുന്നതിന് വേണ്ടിയും ദുഷ്ടാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന നിഗമനങ്ങളാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ പകുതിയിലേക്ക് നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, തിരുവചനം പഠിപ്പിക്കുന്നത്, നമ്മുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അങ്ങനെ നിശ്ചയത്തോടുകൂടി ഓടുന്നതായ ഒരു മനുഷ്യൻ, അവൻ്റെ കണ്ണിൽ ദൈവം പറഞ്ഞതായ കാര്യങ്ങളൊക്കെയും സത്യമാണെന്ന് അവൻ്റെ ജീവിതത്തിൽ തെളിയിക്കത്തക്കവണ്ണം വലിയ അനുഭവ സമ്പത്ത് അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് കർത്താവ് ജനങ്ങൾ പിതാക്കന്മാരെ വഴി നടത്തിയത്. എലയാസറിനെ തൻ്റെ യജമാനൻ്റെ പുത്രന് വേണ്ടി ഒരു മണവാട്ടിയെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഒരു ഭാര്യയെ എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് താൻ പല കാര്യങ്ങളും ദൈവത്തോട് പറയുന്നുണ്ട്. കർത്താവേ, ദൈവമേ, ഞാൻ പോകുന്ന വഴി സഫലമാവുകയും ഞാൻ പോകുന്ന വഴിയിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ കാണുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം നീ എന്നോട് കൂടെയുണ്ട്, എൻ്റെ യജമാനനോട് കൂടെയുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നു എന്ന് നിശ്ചയം. അത്ഭുതമെന്ന് പറയട്ടെ, താൻ പോയ വഴികളിലൊക്കെയും ദൈവം തന്നോട് കൽപ്പിച്ചതായ കാര്യങ്ങളൊക്കെയും സത്യമാണെന്ന് തെളിയിക്കുകയുണ്ടായി. എലയാസറിൽ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചു വന്നപ്പോൾ തൻ്റെ യജമാനനോട് വിവരിച്ചപ്പോൾ അവരും കൂടുതൽ ദൈവത്തിൽ വീണ്ടും ആശ്രയിക്കുവാൻ തുടങ്ങി. യാക്കോബിനോട് ദൈവം അങ്ങനെയാണ് ചെയ്തത്. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അങ്ങനെ തന്നെ ചെയ്തു. അവൻ യാബോക്ക് നദിയുടെ തീരത്തായിരുന്നപ്പോൾ, തൻ്റെ ലാബാന്റെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, തൻ്റെ കുടുംബത്തോടുകൂടി ആയിരുന്നപ്പോൾ, തൻ്റെ സഹോദരൻ്റെ അടുത്ത് താൻ ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരുന്നപ്പോഴുമൊക്കെയും പല പ്രാവശ്യങ്ങളും ക്ഷാമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും കണ്ണുനീരും പുത്രനഷ്ടവും ഒക്കെ പലപ്പോഴും നേരിട്ട് നെടുവീർപ്പെട്ടതായ സമയത്തൊക്കെയും യാക്കോബിനെ ദൈവം ആശ്വസിപ്പിച്ചു. യോസേഫിന്റെ ചരിത്രത്തിൽ നിന്ന് നോക്കിയിരുന്നാൽ ദൈവം അവനോട് പടിപടിയായിട്ട് ഇനിയും അടുത്ത ദിവസം നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഞാൻ നിന്നെ നടത്താൻ പോകുന്നതെന്ന് യോസേഫിനോട് ദൈവം വ്യക്തമായി സംസാരിച്ചു. ദൈവം സംസാരിച്ചതൊന്നും വൃഥാവായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. എത്ര സമയങ്ങളിലൊക്കെ മനുഷ്യരോട് വിവരിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം നമ്മെ അത്ഭുതകരമായ വഴികളിൽ കൂടെ നടത്തി. നമ്മോട് ദൈവം സംസാരിച്ചതൊന്നും നമ്മുടെ സഹോദരങ്ങളോട് സംസാരിച്ചില്ല, നമ്മുടെ മാതാപിതാക്കളോട് സംസാരിച്ചില്ല, നമ്മുടെ ഭാര്യയോട് സംസാരിച്ചില്ല, ഭർത്താവിനോട് സംസാരിച്ചില്ല, കുഞ്ഞുങ്ങളോട് സംസാരിച്ചില്ല. നമ്മെ ഏകമായി വിളിച്ചുകൊണ്ടുവന്ന് കർത്താവ് അതൊക്കെയും സംസാരിച്ചിട്ടുണ്ട്. അബ്രഹാമിനെ തനിയെ ദൈവം വിളിച്ചുകൊണ്ടുപോയി അബ്രഹാമിനോട് ചില വാഗ്ദത്തങ്ങൾ കൊടുത്തു. എന്നാൽ ചില വാഗ്ദത്തങ്ങൾ തൻ്റെ ഭാര്യ സാറായും കൂടെ കേൾക്കത്തക്ക രീതിയിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലതൊക്കെയും നമ്മെ വശീകരിച്ച് അങ്ങ് മരുഭൂമിയിൽ കൊണ്ടുപോയി നമ്മുടെ തെറ്റുകളെ നമുക്ക് വെളിപ്പെടുത്തി നമുക്കതിന് ശേഷം നാം ചോദിച്ചതും ചോദിക്കാത്തതുമായ അനേകം മുന്തിരിത്തോട്ടങ്ങളെ നമുക്ക് തന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ളതായ സമയങ്ങളുണ്ട്. ഇനിയും പല വാഗ്ദത്തങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? പലതും നമുക്ക് വ്യക്തിപരമായി ദൈവത്തോട് മാത്രം നമ്മൾ ചോദിച്ചതായ കാര്യമാണ്. മനുഷ്യരെ കേൾക്കെ ചോദിച്ചിട്ടുള്ളതല്ല. കാരണം എന്താണെന്നറിയോ? മനുഷ്യർ കേട്ടാൽ ഉടനെ നമ്മളെ പുച്ഛിക്കും, നമ്മളെ നിന്ദിക്കും, നമ്മെ അപമാനിക്കും. പക്ഷെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തോട് തുറന്ന് പറയുവാൻ ദൈവം നമ്മോടൊരു ഇൻറ്റിമസി കർത്താവിന് നമുക്കുമായിട്ട് ദൈവം സ്ഥാപിച്ചു. ആ ദൈവം കൊണ്ടുവരുന്നതായ വ്യക്തിപരമായ ബന്ധം നമ്മെ ദൈവത്തെ കൂടുതൽ സ്നേഹിപ്പാൻ കടന്നു ചെല്ലുന്തോറും അവൻ പറഞ്ഞതായ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ അത് വലിയൊരു വെളിപ്പാടോടുകൂടി നമുക്ക് ദർശിക്കുന്നതിനിടയായിത്തീരും. ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് അറിയാമോ? നീ പറഞ്ഞതൊന്നും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. അതൊക്കെയും എൻ്റെ പട്ടണത്തിൽ അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ, എൻ്റെ സന്നിധിയിൽ, എൻ്റെ സാന്നിധ്യത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും, നിനക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നമുക്കൊന്നുകൂടെ കർത്താവിനെ കടന്ന് വിശ്വസിക്കുവാൻ ഈ പ്രഭാതം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. സങ്കീർത്തനക്കാരനായ കോരഹപുത്രന്മാർ പറയുകയാണ്, ചേർന്ന് പാടുകയാണ്, നാം കേട്ടതുപോലെ തന്നെ
ദൈവത്തിൻ്റെ ഭക്ഷണത്തിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവനത് സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു. ഒരിക്കൽ കാണിച്ചിട്ട് അത് വെറുതെ അങ്ങ് പോവുകയല്ല, അല്ലെങ്കിൽ തിരിച്ചെടുക്കുകയല്ല. നമുക്ക് തരുമെന്ന് പറഞ്ഞതൊക്കെ അവൻ സദാകാലത്തേക്ക് നമുക്ക് സ്ഥിരമാക്കി തരുന്നു. നമ്മുടെ പ്രാർത്ഥന വിഫലമായി പോകുകയില്ല, നമ്മുടെ കണ്ണുനീർ അസ്ഥാനത്തായി പോകുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ ഭവനത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വലിയൊരു ഭാവനമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അതൊക്കെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ദൈവത്തോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം അത് കേട്ട് തക്ക സമയത്ത് നമുക്ക് വേണ്ടി ചെയ്തു തരും. അതാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിപ്പാനും അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാനും അവൻ്റെ കൃപ ലഭിക്കുന്നതിനുമായി അവൻ്റെ കൃപാസനത്തോട് അടുത്ത് വരുവാൻ ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തെ വിശ്വസിച്ചതിൽ ഒരു പടിയൂടെ നമുക്ക് മുൻപോട്ട് കടന്ന് വിശ്വസിക്കാം. അവൻ നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം ഭാരം വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ എല്ലാം കർത്താവിന് അറിയാം. നാം ചോദിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറമായി കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നതാണ്. നമ്മുടെ ബലഹീനതകളെ കർത്താവ് അറിയുന്നു, നമ്മുടെ വേദനകളെ കർത്താവ് അറിയുന്നു. ചില വേദനകൾ ദൈവത്തോട് നമുക്ക് മനുഷ്യരോട് പറയാനൊക്കാത്ത വേദനകൾ നമുക്കുണ്ട്. കണ്ണുനീരുണ്ട്, പ്രയാസമുണ്ട്, ഏകാന്തതയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നാം ഭാരപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെയും കർത്താവ് അടുത്ത് വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നു, നമ്മെ സൗഖ്യമാക്കുന്നു. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് അവൻ പറഞ്ഞു. ആ പറഞ്ഞത് മാത്രമല്ല, അവൻ സൗഖ്യമാക്കുകയും കൂടെ ചെയ്തിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ളതിനാൽ, നമുക്ക് ശാന്തത തന്നിട്ടുള്ളതായ അനേക അനുഭവങ്ങൾ നമുക്കുള്ളതിനാൽ, നാം പാർക്കേണ്ടതിന് വിശാലമായ ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിട്ടുള്ള അനുഭവം നമുക്കുള്ളതിനാൽ, ഇനിയും ഒരു അല്പം കൂടെ അടുത്ത് കർത്താവിനോട് ഇടപെടുവാൻ ദൈവം നമുക്ക് ഈ പ്രഭാതത്തിൽ ബലം തരട്ടെ, കൃപ തരട്ടെ. ഈ നാളുകളിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു കൃപയാണ് വേണ്ടത്. നാം കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും അല്ലെങ്കിൽ നാം വിചാരിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ഒന്നുകൂടെ അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മെ വീണ്ടും അടുപ്പിച്ചു കൊണ്ടുവരുന്ന വാർത്തകളായിരിക്കണം. നാം കേൾക്കുന്ന വിശ്വാസ പ്രമാണങ്ങളൊക്കെയും, നാം കേൾക്കുന്ന സുവിശേഷങ്ങളൊക്കെയും, നാം കേൾക്കുന്ന ആലോചനകളൊക്കെയും ദൈവത്തോട് നമ്മെ വീണ്ടും അടുപ്പിക്കുന്ന യാഥാർത്ഥ്യ ബോധം. ദൈവമുണ്ട്, ദൈവം നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യും, നാം കേട്ടതുപോലെ ദൈവത്തിൻ്റെ ഭക്ഷണത്തിൽ ദൈവം ചെയ്യുന്നു, ദൈവം അങ്ങനെ ചെയ്യുന്നവനാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ദൃഢത, നിശ്ചയം പൂണ്ടവരായി ഈ നാളുകളിൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ, ദൈവത്തെ കൂടുതൽ വിശ്വസിപ്പാൻ തക്കവണ്ണം, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ നമുക്ക് ദൈവം സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് തന്നായ ആ കുറിവാക്കി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഉരുവിടാം. നാം കേട്ടതുപോലെ തന്നെ നമ്മുടെ ദൈവമായ യഹോവയുടെ പട്ടണത്തിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നു. ആ നിശ്ചയമുള്ളവരായി അത് വീണ്ടും ആ പരമപുത്രന്മാർ പറയുകയാണ്, ദൈവം സദാകാലത്തേക്കും അത് ഒരിക്കൽ കാണിച്ചിട്ട് തിരിച്ചെടുക്കുകയല്ല, സദാകാലത്തേക്കും നമുക്കതിനെ അവകാശമാക്കി ഉറപ്പിച്ചു തരുന്നു. ഈ വിശ്വാസമുള്ള ഭക്തന്മാരെ ഓർത്ത് ഈ പ്രഭാതത്തിലെ ഭക്തന്മാരെ ദൈവം കാണുന്നു, സ്വർഗം കാണുന്നു. അങ്ങനെയുള്ളവർക്ക് ആ വിശ്വാസത്താൽ അവരുടെ അപേക്ഷകളൊക്കെയും അവരുടെ ആഗ്രഹങ്ങളൊക്കെയും ദൈവത്തിൽ കാണുവാൻ തക്കവണ്ണം, പ്രത്യാശിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൽ കൂടുതൽ അടുത്ത് ചെന്ന് ദൈവത്തോട് കൂടെ അടുത്ത് ജീവിക്കുന്ന ഒരു അനുഭവം, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം ഈ പ്രഭാതത്തിൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.